നമസ്കാരം. വ്യാവസായിക വളർച്ചയ്ക്കും പുതു സംരംഭകത്വത്തിനും എത്രത്തോളം അനുകൂലമായ സാഹചര്യമാണ് നമ്മുടെ ഈ സംസ്ഥാനത്തുള്ളത്? എന്തൊക്കെയാണ് ഈ മേഖലയിൽ നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളും പ്രശ്നങ്ങളും? ഇന്ന് എന്നോടൊപ്പമുള്ളത് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ PH കുര്യനാണ്. സർ, വെരി വാം വെൽക്കം ടു ദി പ്രോഗ്രാം. താങ്ക് യു ഗോപികൃഷ്ണൻ. സർ, ദേശീയ തലത്തിൽ തന്നെ പുതു സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, വ്യാവസായിക വളർച്ച പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയമുണ്ട്. ആ നയത്തിന് അനുകൂലമായ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിൽ ഒരു പുതിയ സർക്കാർ വന്നിരിക്കുന്നു, ഒരു പുതിയ അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കുന്നു. എന്തൊക്കെയാണ് വ്യാവസായിക വളർച്ചയുടെ കാര്യത്തിലും സംരംഭകത്വത്തിന്റെ കാര്യത്തിലും നമുക്കുള്ള അനുകൂലമായ സാഹചര്യം? പുതിയ സംരംഭങ്ങൾ വളർത്തുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് 2014-15 തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 2012 മുതലേ കേരളത്തിൽ അതിനുവേണ്ടിയുള്ള ഒരു സ്റ്റുഡൻറ്റ് എൻ്റർപ്രന്യൂർഷിപ്പ് പോളിസിയും അതുപോലെ പുതിയ സംരംഭങ്ങൾ നടത്താൻ വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങളും നമ്മളുണ്ടാക്കി. നമുക്കിവിടെ 2006 മുതൽ ടെക്നോ പാർക്കിൽ ഒരു ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ ഉണ്ടായിരുന്നു. അത് ഇന്നേ വരെ 2006 മുതലേ ഉണ്ട്. അപ്പോൾ അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. ആ ഇൻക്യുബേറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സഹായത്തോടു കൂടി നമ്മൾ ചെയ്തതാണ്. അവിടെ നിന്ന് ഇന്നേ വരെ ഒരു 10-100 കമ്പനികൾ അതിൽ നിന്നുണ്ടായി ഇൻഫോ പാർക്കിലും ടെക്നോ പാർക്കിലും തിരുവനന്തപുരത്തും കോഴിക്കോടും കൊല്ലത്തുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഈ സ്റ്റാർട്ടപ്പുകളുടെ ഒരു മിനിയേച്ചർ രൂപം. മിനിയേച്ചർ അല്ല, സ്റ്റാർട്ടപ്പ് തന്നെ. പക്ഷേ അത് നമ്മൾ പുതിയ ആ പേരും കാര്യങ്ങളും വന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അന്നും അവർ പുതിയ IT കമ്പനികൾ തുടങ്ങി ഇപ്പം 100, 200, 300 പേരൊക്കെ ജോലി ചെയ്യുന്ന കമ്പനികളായിട്ട് കഴിഞ്ഞ 10 വർഷം കൊണ്ട് വളർന്നിട്ടുണ്ട്. പക്ഷേ 2012 നമ്മൾ അതിനൊരു സ്റ്റാൻഡേർഡ് പോളിസി ആയിട്ട് കൊണ്ടുവന്നതും ആ ടെക്നോളജി ഇൻക്യുബേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞ ടെക്നോ പാർക്കിലിരുന്ന സൊസൈറ്റിയെ നമ്മൾ അതിൻ്റെ ചെയർമാനായിട്ടിരുന്നത് അന്ന് ടെക്നോ പാർക്കിൻ്റെ CEO ആയിരുന്നു. അതിൽ നിന്ന് മാറ്റി മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള ഒരു സൊസൈറ്റി ആയിട്ട് അതിനെ നമ്മൾ മാറ്റി അതിനകത്ത് വ്യവസായ IT മന്ത്രി, മറ്റേ മന്ത്രിമാരെ, ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വെച്ച് അതിനെ ഒരു വലിയ സൊസൈറ്റി ആയിട്ട് മാറ്റി. അതിൻ്റെ പേരാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. അങ്ങനെ 2013 തന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നിലവിൽ വന്നു. അതിൽ ധാരാളം ഫണ്ട് കൊടുത്തു. അതുകൊണ്ട് നമ്മൾ മറ്റ് കോളേജുകളിൽ പോയിട്ട് ബൂട്ട് ക്യാമ്പ്സ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ചെറിയ ടെക്നോളജി ബിസിനസ് സെൻറ്റർ ഇപ്പം 137 കോളേജിലായി കേരളത്തിൽ. അപ്പോൾ അതിനകത്തുകൂടെ നമുക്ക് 100 കണക്കിന് എൻജിനീയറിങ്ങും കുട്ടികളും അതുപോലെ അല്ലാത്ത അവരുടെ കോളേജ് കഴിഞ്ഞിട്ട് വരുന്ന ചെറുപ്പക്കാരെ കൊണ്ട് പുതിയ കമ്പനികൾ തുടങ്ങാൻ സാധിച്ചു. 100 കണക്കിന് കമ്പനികൾ ഇപ്പം വന്നു കഴിഞ്ഞു. അവർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് എങ്ങനെയാണ് സാർ? പ്രത്യേകിച്ച് ഈ ചെറു സംരംഭകരെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് ചെറുകിടക്കാരെ സംബന്ധിച്ച് അവർക്ക് ബാങ്ക് വേണ്ട രീതിയിൽ സപ്പോർട്ട് നൽകുന്നില്ല, അവർക്കൊരു ഫിനാൻഷ്യൽ എയ്ഡ് ഇവിടെ നിന്നും കിട്ടുന്നില്ല. അപ്പോൾ ചെറുപ്പക്കാരെ സംബന്ധിച്ച് എങ്ങനെയാണ് അതിന് വേണ്ട ഒരു സൗകര്യം? ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പുതിയതായിട്ട് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയാൽ അവർ നമുക്കിപ്പോൾ കോളേജിൽ തന്നെ നമ്മൾ 2 ലക്ഷം രൂപ വീതം വർഷം കൊടുത്തിട്ട് അവർക്കിരുന്ന് വർക്ക് ചെയ്യാനുള്ള സൗകര്യം, കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ് സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്യാനുള്ള ഒരു ചെറിയ ഫണ്ടിങ് നമ്മൾ അങ്ങനെ ഐഡിയ വരുന്നു. അത് കഴിഞ്ഞിട്ട് അവരൊരു കമ്പനിയായിട്ട് അവർക്ക് ഇരുന്ന് പ്രവർത്തിക്കാൻ വേണ്ടി ആദ്യം അവർക്ക് കാശ് വേണ്ടത് എന്തിനാണ്? ഇരുന്നൊരു സ്ഥലം വേണം. ആ സ്ഥലത്തിന് വേണ്ടിയാണ് നമ്മൾ ഇൻക്യുബേഷൻ സെൻറ്റർ ഇപ്പോൾ ധാരാളം തുടങ്ങിയത്. KSIDCക്ക് ഇൻക്യുബേഷൻ സെൻറ്ററുണ്ട്, ടെക്നോ പാർക്കിലുണ്ട്, ഇൻഫോ പാർക്കിലുണ്ട്, നാസ്കോമിലുണ്ട്. പിന്നെ കളമശ്ശേരിയിൽ നേരത്തെ നമ്മൾ ഈ സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്ന് പറഞ്ഞ് തുടങ്ങിയ ആ സ്ഥലം, അതിപ്പോൾ അവിടെ ഒരു 200 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ അത് അവർക്ക് റെൻറ്റ് ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ റെൻറ്റോട് കൂടിയാണ് കൊടുക്കുന്നത്. അവരുടെ കാശില്ലെങ്കിൽ നമ്മൾ റെൻറ്റിന് നിർബന്ധിക്കാറില്ല. അതുകൂടാതെ ഇപ്പോൾ KSIDCയിൽ നമ്മളൊരു 10-15 കോടിയുടെ ഒരു ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനത്തെ ചെറിയ കമ്പനികൾക്ക്. അവർക്ക് ആവശ്യത്തിനുള്ള ഫണ്ട് നമ്മൾ ഏഞ്ചൽ ഫണ്ടായിട്ട് നമ്മൾ റിസ്ക് ക്യാപിറ്റലായിട്ട് അവർക്ക് കൊടുക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഒരു 10-20 കമ്പനികൾക്ക് കൊടുത്തു. ഇപ്പോൾ ഇനിയും കമ്പനികൾ അപേക്ഷ കൊണ്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ ചെയർമാനായിട്ടുള്ളൊരു കമ്മിറ്റിയാണ്, കുറച്ച് എക്സ്പേർട്സ് ഉണ്ട്. അവരെ വിളിച്ച് കേട്ടിട്ട് എനിക്ക് വന്നത് നമുക്ക് അപ്ലൈ ചെയ്തതിൽ ഒരു 60-70% പേർക്കെങ്കിലും ആ സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിനെ ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കുക എന്നുള്ളത് ഈ മാറി മാറി വരുന്ന സർക്കാരുകളുടെ ഒക്കെ ഒരു പൊതുനയമാണ്. അതിന് അനുകൂലമായ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. 1, അടിസ്ഥാന സൗകര്യ വികസനം ഇല്ലായ്മ. 2, റെഡ് ടേപ്പിസം. 3, ഈ തൊഴിലാളി സംഘടനകളുടെ ഒരു മിലിറ്റൻസി. ഇത്തരം പ്രതിസന്ധികൾ അല്ലെങ്കിൽ ഈ തരം പറയുന്ന പ്രതികൂല ഘടകങ്ങളെ മറികടക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ 3 ഘടകങ്ങളാണ് പറഞ്ഞത്. 3ലും കുറേശ്ശെ സത്യമുണ്ട്. ഒന്നാമത് നിങ്ങൾ പറഞ്ഞത് കേരളത്തിൽ ഇന്നേ വരെ ഉണ്ടായിരുന്നൊരു വലിയ ഇഷ്യൂ തൊഴിലാളി പ്രശ്നമാണ്. അതിപ്പോൾ തീരെയില്ല. അപ്പോൾ വല്ലപ്പോഴും ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ. സമരങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ കേൾക്കാനേ ഇല്ല. എവിടെയെങ്കിലും ഒരു സമരം കേൾക്കുന്നുണ്ടോ? സമരമില്ല. തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് വലിയ പ്രശ്നമില്ല ഇപ്പോൾ. ആ പ്രശ്നം
ആരും അത് വലിയൊരു കാരണമായിട്ട് ഇപ്പോൾ കാണുന്നില്ല. ആകെ ഉള്ളത് ഹർത്താലുകളെ ആളുകൾ ഇപ്പോൾ നമ്മൾ ബന്ധപ്പെടുന്ന വ്യവസായി ഇടയ്ക്കിടയ്ക്ക് ഹർത്താൽ വരുന്ന ഒരു ബുദ്ധിമുട്ടായിട്ട് പറയുന്നുണ്ട്, അതൊരു ബുദ്ധിമുട്ടായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ തൊഴിൽ പ്രശ്നത്തിനകത്ത് അത് മാത്രമേ ഉള്ളൂ ഒരു പ്രശ്നമായിട്ട് ആ പാർട്ട് കാണുന്നത്. രണ്ടാമത് അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്നതിനകത്ത് ചെറിയ വ്യത്യാസങ്ങൾ. പക്ഷേ നമ്മുടെ റോഡുകളും ഒക്കെ ഈ മറ്റ് സ്റ്റേറ്റിനെ അപേക്ഷിച്ച് നമുക്ക് ഇവിടെ കേരളത്തിൻ്റെ എവിടെയെങ്കിലും വ്യവസായം തുടങ്ങി കഴിഞ്ഞാൽ ആ ചരക്ക് മൂവ്മെൻറ്റിനുള്ള ആവശ്യത്തിനുള്ള റോഡുകളൊക്കെ ഉണ്ട്, റെയിൽ സൗകര്യങ്ങളുണ്ട്. അല്ല സാർ, മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് അവരുടെ വ്യവസായ മേഖലയിൽ ഏറ്റവും ഫസ്റ്റ് ക്ലാസ് റോഡുകളാണ് ഉള്ളത്. ഞാൻ പറഞ്ഞത് ആ ഫസ്റ്റ് ക്ലാസ് റോഡിനകത്തൊരു പ്രശ്നമൊന്നുമില്ല. റോഡിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് കൊച്ചിൻ പോർട്ടിലേക്ക് പോകാൻ വേണ്ടി സാധനങ്ങൾ വരാനായിട്ട് നമുക്ക് കൂടി 150-150 കിലോമീറ്റർ ദൂരം നാഷണൽ ഹൈവേ ഒക്കെ അത്ര വലിയ കുഴപ്പമില്ല. ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് അത് മതി. അത് ടൂറിസത്തിനും ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റിനും കുറച്ചും കൂടെ നല്ലതാകും എന്നുള്ളത് കുഴപ്പമില്ല. പക്ഷേ ഇഷ്യൂ അവിടുത്തെ നമുക്ക് ഭൂമിയുടെ ലഭ്യതയാണ്. വലിയ മാനുഫാക്ചറിങ് വ്യവസായങ്ങളോ അല്ലെങ്കിൽ ഈവൻ സർവീസ് സെക്ടറിലൊക്കെ ഇപ്പോൾ നമുക്ക് ലക്ഷ്യം നല്ലൊരു മാള് വരണം. മോള് വരണമെങ്കിൽ അതിനകത്തൊരു 10-25 ഏക്കർ സ്ഥലം വേണം. അതിൻ്റെ വില ഭയങ്കര കൂടുതലാണ്. കേരളത്തിൽ ഭൂമിയുടെ വിലയും ഭൂമിയുടെ ലഭ്യത കുറവും വ്യവസായത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമാണ്. അടിസ്ഥാന സൗകര്യത്തിൽ ഞാൻ പറഞ്ഞ ആ ഭൂമിയുടെ ലഭ്യത ഒരു ഇഷ്യൂ ആണ്. അതുകൊണ്ട് സ്മോൾ സ്റ്റേറ്റ് അല്ലേ ആ രീതിയിൽ അല്ല, അതുകൊണ്ട് നമ്മൾ വലിയ ഭൂമി ആവശ്യമുള്ള വ്യവസായങ്ങളിലേക്ക് നമ്മൾ കടക്കാതിരിക്കുക വേണ്ടത്. നമ്മൾ അതുകൊണ്ടാണ് IT, ടൂറിസം അങ്ങനെയുള്ള സംരംഭങ്ങളെ നമ്മൾ പ്രേരിപ്പിക്കേണ്ടത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് സാർ മറുപടി പറഞ്ഞിട്ടില്ല, റെഡ് ടേപ്പിസം. അതിനകത്ത് കുറേയേറെ സത്യമുണ്ട്. ഞാൻ ഉൾപ്പെടുന്ന ബ്യൂറോക്രസി അവരുടെ വ്യക്തിപരമായിട്ടുള്ള പ്രോബ്ലം മാത്രമല്ല, കേരളത്തിലെ ഈ പല റെഗുലേറ്ററി വകുപ്പുകളുടെയും ചട്ടങ്ങൾ കാലഹരണപ്പെട്ട, അതായത് പ്രൊസീഡിയർ, നടപടിക്രമം 21ാം നൂറ്റാണ്ടിന് പറ്റിയ രീതിയിൽ പരിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. അല്ല, ഏകജാലക സംവിധാനം കാര്യക്ഷമമല്ലേ? ഏകജാലക സംവിധാനത്തിൽ അത്രയും മുഴുവൻ വരത്തില്ല. ഏകജാലകം വന്നാലും ഏകജാലകം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അതായത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്ലിയറൻസ് ഇല്ലാതെ പറ്റില്ല. ഫോർ എക്സാമ്പിൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ഫാക്ടറി ഇൻസ്പെക്ടർ, ഈ പറഞ്ഞവരുടെയൊക്കെ ചട്ടങ്ങൾ വളരെ ഇതാണ്. പിന്നെ കേരളത്തെ പോലെ പഞ്ചായത്തുകൾക്ക്, ഗ്രാമപഞ്ചായത്തുകൾക്കാണ് അൾട്ടിമേറ്റ് പവർ. ഒരു വ്യവസായം, ഒരു എന്ത് സംരംഭം തുടങ്ങുന്നതിനകത്തും അവരുടെ ക്ലിയറൻസ് വേണം. അപ്പോൾ അവിടെ എല്ലാം ആളുകൾക്ക് ഭയങ്കര ഒബ്ജക്ഷനാണ്. കേരളത്തിൽ ഇത്രയും ജനസാന്ദ്രത ഉള്ളതുകൊണ്ട് എന്ത് സാമ്പത്തിക പ്രവർത്തനം, അതിപ്പം വലിയ മാനുഫാക്ചറിങ് വ്യവസായമാകണമെന്നില്ല, എന്ത് വന്നാലും വണ്ടിയും ഹോസ്പിറ്റൽ വന്നാൽ അതിനകത്ത് പൊല്യൂഷനാണ്. അത് ഞങ്ങളുടെ പിന്നെ സ്വൈര്യ ജീവിതത്തിന് തകരാറുണ്ടാക്കുന്നു, വണ്ടി വരുന്നു, ബഹളം വരുന്നു, ഹോൺ വരുന്നു എന്ന് പറഞ്ഞ് ആളുകൾ അതിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഇന്ന് കേരളത്തിൻ്റെ ഒരു പർട്ടിക്കുലർ പ്രദേശം എടുത്തു കഴിഞ്ഞാൽ അവിടേക്ക് ഒരു 30-40% ആളുകൾക്ക് ഈ വരുന്ന വ്യവസായത്തിൻ്റെ ഒരു സ്റ്റേക്ക് ഹോൾഡറല്ല. കാരണം അവർക്കാർക്കും അവിടെ ജോലിയൊന്നും ഇല്ല. അതിൽ നല്ലൊരു ശതമാനം കുടുംബങ്ങൾ ഗൾഫിലെ പണം കൊണ്ട് ഡിപ്പെൻഡൻ്റ് ആണ്. അവർക്ക് അവരുടെ ചുറ്റും ഒരു വ്യവസായ സംരംഭം വരുന്നതിന് വന്നില്ല. അവർക്ക് എന്താ കാര്യം? അവർക്ക് സ്വസ്ഥ ജീവിതം മാത്രം മതി. കാരണം അവരുടെ ജീവിതത്തിൻ്റെ വരുമാനം പുറത്തു നിന്നാണ് വരുന്നത്. അവർക്ക് പിന്നെ അവർക്ക് സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ മാത്രം കിട്ടിയാൽ മതി. അതുകൊണ്ട് പണ്ട് നമ്മൾ നമ്മുടെ പ്രദേശത്ത് ഒരു വ്യവസായം വരികയാണെങ്കിൽ എല്ലാവരും പറയാം നല്ല കാര്യമാണ്, കുറച്ച് പേർക്ക് ജോലിയെങ്കിലും കിട്ടുമല്ലോ, അല്ലേ? അടുത്ത കടയ്ക്ക് കൂടുതൽ ചിലവ്, ഇതൊക്കെ നമ്മൾ പറയും. പക്ഷെ ഇപ്പം അങ്ങനെയുള്ളൊരു മനസ്ഥിതി അല്ല ഇപ്പം സാധാരണ ജനങ്ങൾക്കുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു വലിയ ഇഷ്യൂ കേരളത്തിലുണ്ട്. അതിനൊരു നമുക്കൊരു സമവായം ഉണ്ടാകണം. നിയമമനുസരിച്ച് പോകും. പലരും നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ഇത് ചെയ്യുന്നത്. നിയമത്തിന് വിരുദ്ധമായിട്ടാണ് അങ്ങനത്തെ പ്രവർത്തനങ്ങൾ എടുക്കുന്നത്. അത് ജനകീയ പ്രഷറിന് വഴങ്ങിയിട്ട് ചെയ്യുക. അപ്പം നമുക്ക് സമൂഹത്തിൽ തന്നെ ഒരു സമവായം ഉണ്ടാകണം. നമുക്കിവിടെ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും സംരംഭങ്ങൾ വളർന്ന് കേരളത്തിലെ ജനത, കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ ജോലി കിട്ടണം. നമുക്ക് ഒരു വർഷം കേരളത്തിൽ എത്ര ആളാണ് പഠനം കഴിഞ്ഞ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പുറത്തുനിന്നറിയാമോ? 4 ലക്ഷമാണ് പ്രതിവർഷം. 10ാം ക്ലാസ്സിൽ പരീക്ഷ 4 വർഷമില്ല, അത്രയും പേര് അത് കഴിഞ്ഞ് വരുന്നുണ്ടല്ലോ. അവർ പിന്നെ ഹയർ സെക്കൻഡറി പാസ്സാവുന്നു. ഏകദേശം 13 ലക്ഷം പേര്. അല്ലാത്തൊരു ITA, പോളിടെക്നിക്, ഇതൊക്കെ പഠിച്ചിട്ട് ആളുകൾ വരുന്നില്ലേ? അപ്പം 4 ലക്ഷമാണ് ഒരു വയസ്സിൽ ആളുകൾ പുറത്ത് വരുന്നത് ഒരു വർഷം. അത്രയും പേരിൽ ഒരു 50% പുറത്തു പോയാൽ പോലും 2 ലക്ഷം പേർക്ക് നമുക്കിവിടെ തൊഴിൽ സൗകര്യം ഉണ്ടാക്കണ്ടേ? അതിന് സംരംഭങ്ങൾ വേണ്ടേ? പണ്ടേ കാലത്താണെങ്കിൽ നമ്മൾ സ്ത്രീകളായിരുന്നു ജോലി, ഇപ്പോൾ സ്ത്രീകൾക്കും തുല്യമായിട്ട് ജോലിക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, അവരതിന് ശ്രമിക്കുന്നുമുണ്ട്. അപ്പോൾ അവരുടെ എല്ലാ ആവശ്യം കണക്കെടുത്ത് നോക്കിയാൽ 4 ലക്ഷം പേർക്കാണ് നമ്മൾ തൊഴിൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു തൊഴിലുണ്ടാകുന്നു മുഴുവനും ഗൾഫിലോ അമേരിക്കയിലോ അല്ലെങ്കിൽ ന്യൂസിലാൻഡിലോ ഓസ്ട്രേലിയയൊക്കെ ജോലി കൊണ്ടാവില്ല. അതുകൊണ്ട് നിർബന്ധപ്പെട്ട ആളുകൾ ലിബിയയിലും
ഇറാഖിലും സിറിയയിലും ഒക്കെ പോയിട്ട് ജോലി ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അവർക്ക് ഈ സംരംഭം ഇവിടെ ഉണ്ടാക്കണമെങ്കിൽ എല്ലാത്തരം സംരംഭങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും. എല്ലാവരും തൊഴിൽ അന്വേഷകരാകുന്നതിന് പകരം കുറേ പേരെങ്കിലും നമ്മൾ തൊഴിൽ ദാതാക്കളാക്കണം. അങ്ങനെ തൊഴിൽ ദാതാക്കളാക്കുന്ന പരിപാടിയാണ് നമ്മുടെ ഈ സംരംഭകത്വ വികസനം എന്ന രീതിയിൽ വരുന്നത്. സാർ, ഇപ്പോൾ ഇതിനകത്ത് നടപടിക്രമങ്ങളിലുള്ള ഒരു സങ്കീർണതയെ പറ്റി പറഞ്ഞല്ലോ. അത് പ്രാദേശിക തലത്തിൽ നിന്ന് ഉയരുന്ന എതിർപ്പുകളെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ചില സന്ദർഭങ്ങളിലും എങ്കിലും ഈ എതിർപ്പുകൾ ഗൗരവമായി എടുക്കേണ്ടതാണ് നമുക്ക് തോന്നുന്നു. ഒരു ഉദാഹരണത്തിന് പെപ്സി കോള വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ജനങ്ങൾ ഒരുപോലെയാണെന്ന് പറയാൻ പറ്റും. ഇപ്പം പിന്നെ ലോക്കൽ ജലത്തെയും അവരുടെ കുടിവെള്ളത്തെയും ബാധിക്കുന്ന പോലത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് നിയമമുണ്ടല്ലോ. നിയമപ്രകാരം ചെയ്യുക. ഞാനിപ്പോൾ പറയുന്നത് എല്ലാ സംരംഭങ്ങളും ആ നാടിന്, ആ പറഞ്ഞ പ്രദേശത്തിന് നല്ലതും അവരുടെ ഉപകാരപ്രദവും ആ നാട്ടുകാർക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാവുന്നതാണെന്ന് ഞാൻ പറയുന്നില്ല. പൊല്യൂഷൻ ഉള്ളത് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇത്രയും ജനസംഖ്യയുള്ള സ്ഥലത്ത് വലിയ പൊല്യൂഷൻ ഉള്ളതുണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. പൊല്യൂഷൻ നിയന്ത്രിക്കാനുള്ള എല്ലാ ഉപകരണങ്ങളും ഉപയോഗിച്ച് അതിന് ഈ രീതിയിൽ ചെയ്യാവുന്നത് മാത്രമേ നമുക്ക്. അതിലേക്കാണ് ഞാൻ വരുന്നത്. അതായത് ഒരു പരിസ്ഥിതി സൗഹൃദമായ തരത്തിൽ വേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്നതിനും അതുപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജനത്തിനും ഒക്കെ വേണ്ടുന്ന പ്രായോഗികമായ ഒരു സമീപനം നമുക്ക് ഇതിന് ആവശ്യമല്ല. അങ്ങനെയല്ലേ നമ്മൾ ഇതിന് അനുകൂലമായ ഒരു സാഹചര്യം. അത് ഞാൻ 100% സമ്മതിക്കുന്നു. ഇപ്പോൾ ആശുപത്രി വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ നിന്ന് മാലിന്യങ്ങളുണ്ട്. അതിനെ സേഫായിട്ട് മാലിന്യങ്ങളെ ഡിസ്പോസ് ചെയ്യാനുള്ള സൗകര്യം വേണം. മെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് പാലക്കാട് ഒരു സൗകര്യമുള്ളൂ. ഇപ്പോൾ കോഴിക്കോട് ഒരെണ്ണം തുടങ്ങാൻ പോകുന്നുണ്ട്, കൊച്ചിയിൽ ഒരെണ്ണം തുടങ്ങാൻ പോകുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഉള്ളൊരു ഒരു ആശുപത്രി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റ് എല്ലാം അവിടെ തട്ടും. അവരുടെ വെള്ളമെല്ലാം അതിലൂടെ പറഞ്ഞു വിടും. അങ്ങനത്തെ വെള്ളത്തിനെ കൊണ്ടുപോവുക, അതിനെ സംസ്കരിക്കുക, അവർക്കെല്ലാം നല്ല പിന്നെ എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എന്നതിന് പറയുന്നത്. അത് ആശുപത്രികൾക്കും ഹോട്ടലുകൾക്കും എല്ലാം വേണം. അവിടെ നിന്നുണ്ടാകുന്ന മലിനജലമൊന്നും ചുറ്റുപാടും വിട്ട് ആളുകളെ സംരംഭിക്കരുത്. അപ്പം അത് അത്തരം കാര്യങ്ങൾ സ്ട്രിക്റ്റായിട്ട് നമ്മൾ റെഗുലേറ്റ് ചെയ്ത് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ ആളുകൾക്ക് ആ ഒരു വിശ്വാസ്യത വേണം. ഇയാളെ കൊണ്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ നിയമപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളൊരു വിശ്വാസ്യത വേണം. അതെങ്ങനെ എതിർത്ത് വരുമ്പോൾ നമ്മൾ അവരോട് സംസാരിച്ച് അത് ഉറപ്പാക്കണം. അപ്പോൾ ആ ഉറപ്പാക്കുന്ന കാര്യത്തിൽ ഗവൺമെൻറ്റിന് ശക്തമായ നടപടി എടുക്കേണ്ടി വരും. കേരളത്തിലുള്ളൊരു പ്രശ്നം വെച്ചാൽ ഇങ്ങനത്തെ വരുന്ന സമയത്ത് ആ നടപടി എടുക്കുന്ന സമയത്തൊക്കെ ഞാനിപ്പോൾ സത്യമായിട്ടെല്ലാം പറയുകയാണ്, അങ്ങനെയുള്ളത് ഡയലൂഷൻ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ആളുകളുടെ വിശ്വാസം പറയുന്നത്. പിന്നെ നടപടി ചട്ടങ്ങളിലും മറ്റും കുറച്ചും കൂടെ സിമ്പിളാക്കി കാലഹരണപ്പെട്ട നടപടികൾ എടുത്ത് മാറ്റുക. പിന്നെ കൂടുതലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഡിജിറ്റലാക്കി മാറ്റുക, ഇലക്ട്രോണിക് സർവീസാക്കി മാറ്റുക. ഇപ്പം നമുക്കൊരു പഞ്ചായത്തിൻ്റെ ലൈസൻസ് ഓരോ വർഷവും പുതുക്കാൻ വീണ്ടും അവിടെ പോകണം. ഒരാളൊരു കട നടക്കുന്ന ആളും ഓരോ വർഷം അവിടെ പോകണം. അത് ഇലക്ട്രോണിക്കായിട്ട് ആ സർവീസ് കൊടുക്കുക. അവർക്ക് ഇൻ്റർനെറ്റിൽ കൂടെ പോയിട്ട് അവർക്ക് പുതുക്കാം, ഫീസ് അടയ്ക്കാം. ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ വരുമ്പോൾ അത് മാറും. ഇപ്പോൾ ഇന്ത്യയിലെ ഈ നിക്ഷേപ സൗഹൃദത്തെക്കുറിച്ചുള്ള സ്റ്റഡിയിൽ നമ്മൾ 18ാം സ്ഥാനമാണ്. നമ്മളൊരു 10ാം സ്ഥാനത്തേക്കെങ്കിലും ഉയരാൻ പറ്റും നമുക്ക്. അതിനുള്ള എല്ലാ സാഹചര്യവും. അല്ല, ഇടയ്ക്കൊരു കാര്യം സാർ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അതായത് പ്രതിവർഷം 4 ലക്ഷത്തോളം പേർ പഠനം പൂർത്തിയാക്കി ഇറങ്ങും. അവരെല്ലാം നമ്മൾ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യേണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ കേരളത്തിലെ യുവാക്കൾക്കിടയിൽ പ്രത്യേകിച്ചും ഒരു മനോഭാവത്തിന്റെ, ഒരു ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമുണ്ടോ? കാരണം ഈ മെയ്യധ്വാനം, ഫിസിക്കൽ ആക്ടിവിറ്റി ആവശ്യമായിട്ടുള്ള തൊഴിൽ മേഖലകളിലേക്ക് ചെറുപ്പക്കാർ വരുന്നതിന്റെ എണ്ണം വളരെ കുറഞ്ഞു പോകുന്നു. ഇതൊരു മനോഭാവത്തിന്റെ പ്രശ്നമാണോ? അത് മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഭൗതികമായിട്ടുള്ള ജോലി ചെയ്യാൻ ആളുകൾക്ക് ഇഷ്ടമില്ല. അത് നമ്മുടെ ഈ ചുറ്റുപാട് ചെയ്യാൻ ഇഷ്ടമില്ല. പുറത്താണെങ്കിൽ പോയിട്ട് ഗൾഫിൽ ചെന്നിട്ട് അവരെ തൂത്തുവാരുള്ള പണി അടക്കം ചെയ്യുന്നുണ്ട്. അതൊരു മനോഭാവത്തിൻ്റെ വ്യത്യാസമാണ്. അത് നമ്മൾ മാറ്റിയെടുക്കേണ്ടത് വിദ്യാഭ്യാസത്തിൽ കൂടെ തന്നെയാണ്. നമുക്ക് ഒരു അഹങ്കാരം കേരള സമൂഹത്തിലുണ്ടെന്ന് ഞാൻ ഒരു മലയാളി എന്നുള്ള ഞാൻ വർഷങ്ങളായിട്ട് വിശ്വസിക്കുന്ന കാര്യമാണ്. നമ്മളാണ് വിദ്യാഭ്യാസത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. മറ്റ് തമിഴിനും തെലുങ്കിനെ പോലെയൊന്നുമല്ല. പക്ഷെ അവരൊക്കെ ഇപ്പോൾ വിദ്യാഭ്യാസത്തിൽ അതുപോലെ തന്നെയായി. അവർ ചെയ്യുന്ന പണി ഞാൻ ചെയ്യേണ്ട, ഞാൻ വിദ്യാഭ്യാസം ഉള്ളവനാണ്, ഞാൻ ബുദ്ധിയുള്ളവനാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു തെറ്റായിട്ടുള്ള അഹങ്കാരമാണത്. ആ അഹങ്കാരം മാറണം സമൂഹത്തിൽ. അത് വിദ്യാഭ്യാസത്തിൽ കൂടെ നമ്മൾ നേടിയെടുക്കുക തന്നെ വേണം. എല്ലാ ജോലിയും മാന്യമാണെന്നും അവനവന് കിട്ടുന്ന ജോലി ചെയ്യണമെന്നും. ഇപ്പോൾ ഇവിടുന്ന് ഏറ്റവും നല്ല പണക്കാരനായിട്ട് ഒരുത്തൻ അമേരിക്കയിൽ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അവൻ ഹോട്ടലിൽ പോയിട്ട് അവിടുന്ന് വേസ്റ്റ് വാരുന്നതിനോ പാത്രം കഴുകുന്നതിനോ യാതൊരു മടിയുമില്ല. അവനവിടെ ഇവിടെ ചെയ്യത്തില്ല. അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്. അത് നമ്മൾ മൊത്തമായിട്ട് മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണല്ലോ ഇവിടെ 1000 രൂപ ഒരു കൃഷിപ്പണിക്ക് പോയാൽ കിട്ടും. 1000 രൂപ ഒരു ദിവസം. 1000 രൂപ എന്ന് പറഞ്ഞാൽ ഒരു 20 ദിവസം കിട്ടിയാൽ 20,000 രൂപയാണ്. ആ പണിക്ക് പോകത്തില്ല. പക്ഷേ ഇപ്പോൾ ഇവിടുന്ന് ആളുകൾ പോകുന്ന കാറ്ററിങ്ങിന് പോയി കഴിഞ്ഞാൽ ആഴ്ച 2 ദിവസം കാറ്ററിങ്ങിന് പോയി കഴിഞ്ഞാൽ 2000 രൂപയും കിട്ടും. പിന്നെ ആഹാരം കഴിക്കാൻ കിട്ടും.
വേണമെന്നില്ല, അവന് ചിലപ്പോൾ മദ്യവും കുടിക്കാൻ കിട്ടുന്നുണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ചെറുപ്പക്കാരുടെ ആ നേച്ചർ നമ്മൾ കണ്ടുവരുന്നതാണ്. അതിൽ നിന്ന് മാറ്റിയിട്ട് ഹാർഡ് വർക്ക് ഫിസിക്കലി വർക്ക് ചെയ്ത് ഏൺ ചെയ്യുന്ന ഒരു മാനസികതയിലേക്ക് മാറും. ഈ നിക്ഷേപത്തിൻ്റെ കാര്യത്തിലും സംരംഭകത്വത്തിൻ്റെ കാര്യത്തിലും കേരളത്തിലെ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ അനുകൂലമായ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് പിന്നെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ കേരളത്തിൽ വ്യവസായത്തിന് വേണ്ടി നിക്ഷേപം നടത്താൻ മടിക്കുന്നത്? അല്ല, ഈ മടിക്കുന്നു എന്ന് പറയുന്നത് എല്ലാവരും ശരിയൊന്നുമില്ല. എല്ലാവരുടെയും അഭിപ്രായം കേട്ടിട്ട് വേണം. കഴിഞ്ഞ ഒരു 15 വർഷത്തിൽ കേരളത്തിൽ നടന്ന നിക്ഷേപത്തിൻ്റെ 75% ഈ മറുനാടൻ മലയാളികൾ തന്നെയാണ്. അല്ലാതെ വിദേശികളല്ലല്ലോ ഇവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തത്. നമ്മളിന്ന് കാണുന്ന ആശുപത്രികൾ, ഹോട്ടലുകൾ, മോള്, ഷോപ്പിംഗ് സെൻറ്റേഴ്സ്, ഇതൊക്കെ നിക്ഷേപമാണ്. ഈ നമ്മൾ ഇവിടെ കാണുന്ന വലിയൊരു മാനുഫാക്ചറിങ് വ്യവസായം ഇവിടെ പിന്നെ ഇവിടെ AC ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ പിന്നെ വാഷിംഗ് മെഷീൻ ഉണ്ടാക്കുന്ന വ്യവസായം വന്നില്ലെന്നല്ലേ ഉള്ളൂ. ഈ ബാക്കി സർവീസ് മേഖല വന്നത് മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മറുനാടൻ മലയാളികളുടെയാണ്. ഇവിടെ വന്നിടത്തിൻ്റെ ഒരു 75% അവരുടെയാണ്. ഈ നിക്ഷേപത്തിന് മടിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരിൽ നല്ലൊരു ശതമാനം ആളുകൾ അവരുടെ പണം ഇവിടെ നിക്ഷേപിക്കുന്നുണ്ട്. അവരാണ് നമുക്ക് മുന്നോട്ട് ഏറ്റവും കൂടുതൽ നിക്ഷേപം ചെയ്യാൻ സാധ്യതയുള്ളത്. അവരുടെ നിക്ഷേപം നമുക്ക് പലതരത്തിൽ, അവർ നേരിട്ട് വന്ന് വ്യവസായം തുടങ്ങുന്നതല്ലെങ്കിലും മറ്റ് ആളുകൾ വ്യവസായം തുടങ്ങുന്നതിനായിട്ട് ഓഹരി ആയിട്ട് അവർ കൊടുക്കുന്നുണ്ട്, അതിനകത്ത് നിക്ഷേപം നടത്തുന്നുണ്ട്. അങ്ങനെയാണ് ഈ നിക്ഷേപം നമുക്കിവിടെ ഇത്രയും വരുന്നത് തന്നെയാണ്. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനത്തിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്തല്ല, എല്ലാം ഇവിടെയുള്ള ആളുകൾ തന്നെയാണ്. നമുക്ക് വേണ്ടത് അങ്ങനത്തെ നിക്ഷേപത്തിൻ്റെ അളവ് കൂട്ടുക, അതിൻ്റെ എണ്ണം കൂട്ടുക. എല്ലാവരും ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കും, അതിനെ വളർത്തിക്കൊണ്ട് വരാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ ചെറുപ്പക്കാരുടെ യുവ സംരംഭകത്വ പരിപാടി നടത്തുന്നില്ലേ, അതിലേക്ക് ഇപ്പം തന്നെ കഴിഞ്ഞ് 3-4 വർഷം കൊണ്ട് ഗവൺമെൻറ് 150-200 കോടിയുടെ ചിലവ് വരുത്തി. അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി, അവർക്ക് ധനസഹായത്തിനുള്ള പരിപാടി ഉണ്ടാക്കി, അവരെ വിദേശത്ത് വിട്ടു. ഈ കഴിഞ്ഞ മാസവും നമ്മൾ 10 പിള്ളേർ, പിന്നെ പുതിയ കമ്പനി തുടങ്ങിയ പിള്ളേർ സിലിക്കൺ വാലിക്ക് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ അതൊക്കെ വലിയൊരു എൻകറേജ്മെൻറ്റ് അവരെ സംബന്ധിച്ചിടത്തോളം, ഭയങ്കരമായിട്ടുള്ള എൻകറേജ്മെൻറ്റാണ്. അങ്ങനെ പോയിച്ച് വന്നിട്ട് അവരവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക, പുതിയ ആളുകളെ അതിനകത്തേക്ക് കൂടുതൽ അട്രാക്റ്റ് ചെയ്യുക. എൻ്റെ ഒരു വിശ്വാസം വരുന്ന അടുത്തൊരു 5 വർഷം കൊണ്ട് കേരളത്തിൽ ആയിരക്കണക്കിന് അങ്ങനത്തെ കമ്പനികൾ വരും. എല്ലാവരും വലിയ ബില്യനേഴ്സ് ആകും എന്നല്ല അതിൻ്റെ അർത്ഥം. അതെ അതെ. പക്ഷേ ആ ഒരു സംസ്കാരം രൂഢമൂലമാകും. നേരത്തെ താങ്കൾ പറഞ്ഞല്ലോ, തൊഴിലിന്റെ മാന്യത വിദ്യാഭ്യാസത്തിലൂടെ അതിന്റെ പാഠ്യപദ്ധതിയുടെ ഭാഗമായി തന്നെ ജനങ്ങളിലേക്ക് കുട്ടികളിലേക്ക് കൊണ്ടുവരേണ്ടതാണെന്ന്. അതുപോലെ തന്നെയാണ് ഈ സംരംഭകത്വത്തിന്റെ കാര്യത്തിലും ഒരുപക്ഷെ കേരളത്തിലെ ചെറുപ്പക്കാർക്കിടയിൽ ഒരു സംശയം, അതായത് ഇതിൽ ഇറങ്ങിയാൽ വിജയിക്കില്ലേ, അതല്ലെങ്കിൽ ഒരു പരാജയം ഉണ്ടായാൽ അതിനെ എങ്ങനെ നേരിടും തുടങ്ങിയ അക്കാര്യത്തിൽ ഒരു ബോധവൽക്കരണത്തിന് എന്താണ് സർക്കാരിന്റെ സംവിധാനങ്ങളിൽ നിന്നുണ്ടാകുന്നത്? അതിനകത്ത് നമുക്ക് സ്കൂളിൽ തന്നെ ഇന്നിപ്പോൾ നിങ്ങൾ നാളെ പോയി ഒരു വ്യവസായം തുടങ്ങിക്കുമെന്ന് പറഞ്ഞല്ല ചെറുപ്പക്കാരെ കൊണ്ടുണ്ട്. അവരെ ഇപ്പം നമ്മൾ സ്കൂളിൽ, ഞാൻ അതിന് 2 വർഷം മുമ്പ് നമ്മളിവിടെ ഒരു പരിപാടി ചെയ്തു, റാസ്ബെറി പൈ കൈ പിടിക്കുന്ന ഒരു കമ്പ്യൂട്ടർ പുതിയ പ്രോഗ്രാം ചെയ്യുന്നത്. അതിപ്പോൾ ഒരു 10,000 എണ്ണം കൊടുത്തു. ഈ വർഷവും 10,000 എണ്ണം ഈ ജൂൺ ജൂലൈ ആകുമ്പോൾ കൊടുക്കും. അത് ചിലപ്പോൾ അതിൽ കൂടുതൽ പ്രാവശ്യം. അപ്പോൾ അങ്ങനത്തെ കൊടുത്ത് കുട്ടികളെ അവരെ മേക്കർ കമ്മ്യൂണിറ്റി എന്ന് അതിൻ്റെ ഒരു വാക്ക് പറയുന്നത്, എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളായിട്ട് മാറ്റണം. എന്ന് വെച്ചാൽ എല്ലാ കുട്ടികളെയല്ല, ഓരോ സ്കൂളിൽ കുറച്ച് ആളുകൾ വീതം അങ്ങനെ വരിക. അവരെ കണ്ടിട്ടാണല്ലോ മറ്റുള്ളവർ അത് പഠിക്കുന്നത്. ഇയാൾ ഒരു ചെറിയ പുതിയ കണ്ടുപിടുത്തം എന്നല്ല അതിന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ഓൾ ഇൻവെൻഷൻ ആകണമെന്നില്ല. ഒരു ഇന്നോവേറ്റീവായിട്ട് പുതിയൊരു സാധനം ഉണ്ടാക്കുന്ന ഒരു സംസ്കാരം അവരുടെ മനസ്സിലുണ്ടാകുക. അപ്പം നമുക്ക് നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടായിരുന്ന കൾച്ചർ പഠിച്ച് ഏറ്റവും കൂടുതൽ മാർക്ക് നേടുക, അതൊന്നും വേണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ അത് മാത്രം കൊണ്ട് ജീവിതം സക്സസ്ഫുൾ ആകുന്നില്ല. നമ്മളിൽ കുറേ പേർക്കെങ്കിലും ഇത് ചെയ്യാൻ സാധിക്കും, നമുക്ക് സംരംഭങ്ങൾ ഉണ്ടാകാൻ സാധിക്കും. കേരളത്തിൽ ഈ സംരംഭകത്വത്തിന് ചെറുപ്പക്കാർക്ക് പുതിയ ഒരു സംരംഭം തുടങ്ങാൻ, ഞാൻ ചെറുപ്പക്കാരനായിരുന്നു 80കളിലാണ്. അന്നൊക്കെ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. എൻ്റെ കണ്ടംപററി ആയിട്ടുള്ള വളരെ ചുരുക്കം പേരെ എൻ്റെ കോളേജ് ക്ലാസ്മേറ്റ് ഇവിടെ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങിയിട്ടുള്ളൂ. അതിൽ നിന്നൊക്കെ കേരളം ഒത്തിരി മാറി. അന്നത്തെ ഏക മാർഗം അക്കാഡമിക്കായിട്ട് അതെല്ലാം ഭയം, എന്ത് തുടങ്ങിയാലും സമരം വരും, അതൊക്കെ മാറി. ഇപ്പം ആ കാലഘട്ടം എല്ലാം മാറി. ഇപ്പം വളരെ, ഞാൻ 100% അനുകൂലമൊന്നുമല്ല, പക്ഷേ സർക്കാർ എൻകറേജിങ് ആണ്, സമൂഹം എൻകറേജിങ് ആണ്, സമൂഹത്തിൽ മാറ്റം ഉണ്ടായി. അപ്പോൾ അത് പല രീതിയിലാണ് നമ്മളതിനെ കാണേണ്ടത്. ഞങ്ങളുടെ കാലത്ത് 80കളിലുമൊക്കെ നമ്മൾ കോളേജിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരുമാനം ഉണ്ടാക്കേണ്ട ഒരു അത്യാവശ്യം, എത്രയെങ്കിലും പെട്ടെന്ന് ഒരു ജോലി, ഇങ്ങനെ റിസ്ക് എടുത്തിട്ട് ഒരു സംരംഭം തുടങ്ങി അത് ജയിക്കുമെന്നുള്ള രീതിയിൽ സാഹചര്യം അന്നും പലർക്കും ഇല്ല. ഇന്നിപ്പം
ഇറങ്ങുന്നവരുടെ രക്ഷകർത്താക്കളൊക്കെ തന്നെ ജോലി ചെയ്യുന്നവരാണ്. വീട്ടിൽ 1-2 കുട്ടികളെ ഉള്ളൂ. അതുകൊണ്ട് അവരെ കോളേജ് കഴിയുമ്പോഴത്തേക്കും രക്ഷകർത്താക്കൾ 45-50 വയസ്സ്, ചിലരൊക്കെ 2 പേരും ജോലി ചെയ്യുന്നവർ. അപ്പോൾ അവർക്ക് സാമ്പത്തിക സുരക്ഷിതത്വമുണ്ട്, കുറച്ച് സാമ്പത്തിക സുരക്ഷിതമുണ്ട്, റിസ്ക് എടുക്കാനുള്ള ആ ഒരു ഇതെല്ലാം കൊണ്ട് അതിൻ്റെ ഒരു കാലമായി. നമുക്ക് കേരളത്തിൽ അങ്ങനെ ഒരു കാലമായി. ഇനി നമുക്ക് വേണ്ടത് ആക്ച്വലി ഒരു സമൂഹത്തിൻ്റെ ഒരു പുഷാണ്. ഇത് നാടിൻ്റെ ആവശ്യമാണ്, നമ്മുടെ ഭാവി സുരക്ഷയ്ക്ക്, അത് സാമ്പത്തിക സുരക്ഷയ്ക്ക് ആവശ്യമാണ്. ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ പോലും ജോലി ചെയ്യുന്നത് കുറേ പേര് എന്തായാലും പോകണം, അതില്ലാതെ പറ്റൂല. എല്ലാവരും ഇവിടെ നിൽക്കണമെന്നൊന്നും നമുക്കിന്ന് ഈ ആഗോളവൽകൃത ലോകത്ത് നമുക്ക് പറയാൻ പ്രോമിസ് ചെയ്യാനും പറ്റില്ല. അങ്ങനെ പ്രോമിസ് ചെയ്യാൻ അല്ല, പോകുന്നവർ പോട്ടെ, പക്ഷേ ഇവിടെ നിന്നാലും നമുക്ക് ജീവിക്കണം. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞ് ഒരു സമയത്ത് ഒരു 4-5 വർഷം മുമ്പൊക്കെ എനിക്ക് ഭയങ്കര ഭയമായിരുന്നു. ചെറുപ്പക്കാരിലെ നല്ല നല്ല ആളുകൾ മുഴുവൻ ബ്രെയിൻ ഡ്രെയിൻ പോലെ തന്നെ എൻ്റർപ്രനർഷിപ്പിലും ഡ്രെയിൻ ഉണ്ടായിരുന്നു. ആ ഡ്രെയിൻ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് കേരളത്തെ സംബന്ധിച്ചോളം ഗർവാപ്പസിയാണ്. പുറത്തു പോയ എൻ്റർപ്രനേഴ്സിനെ കൂടി തിരിച്ചു കൊണ്ടുവരണം. തിരിച്ച് ഗർവാപ്പസി എന്ന് പറയണം. അത് അവിടെ ഇവിടുന്ന് പോയവരെല്ലാം തിരിച്ചു കൊണ്ടുവരണം. കൂടുതൽ അവസരങ്ങൾ ഇവിടെ ഒരുക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ സംരംഭകത്തിലേക്ക് എത്തുന്ന ചെറുപ്പക്കാർക്ക് നൽകാവുന്ന ഒരു ഉപദേശം എന്നാണ് താങ്കൾ? ഉപദേശം എന്ന് പറയുന്നത് ഇതൊരു ചലഞ്ചാണ് അവർക്ക്. ഞാൻ ഇന്നേവരെ കണ്ടതിൽ ഈ പ്രത്യേകിച്ച് നമുക്കിപ്പം ഈ ഹൈടെക് എൻ്റർപ്രനർഷിപ്പ്, ITO അല്ലെങ്കിൽ ഇലക്ട്രോണിക്സോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ബയോടെക്നോളജി ഇങ്ങനെയുള്ള ആളുകൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് ചുരുക്കം ചില ആളുകൾ, ചുരുക്കമല്ല കുറേ ആളുകൾ അതിനകത്ത് സക്സസ്ഫുൾ ആകാത്തവരുണ്ട്. ചിലർ ആ പ്രോജക്റ്റ് വിട്ട് വേറൊരു പ്രോജക്റ്റ് തുടങ്ങിയിട്ടുണ്ട്. അല്ലാത്തവർ ജോലിക്കുള്ള സാധ്യതയും കൂടുന്നുണ്ട്. കാരണം അവരൊരു റിസ്ക് ടേക്കേഴ്സ് ആണെന്നും അവനൊരു ഇനിഷ്യേറ്റീവ് ഉള്ളവനാണെന്നും അവൻ്റെ ഒരു പ്രോസ്പെക്റ്റീവ് എംപ്ലോയർക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആക്ച്വലി ഫെയിലിയർ ആയിട്ടുള്ള ആളുകളെ മറ്റ് സ്റ്റാർട്ടപ്പുകൾ എടുത്തു. ഇഷ്ടംപോലെ എനിക്കറിയാം. മറ്റ് സ്റ്റാർട്ടപ്പുകൾ ഇവരെ ജോലിക്കായിട്ടെടുത്തു. സക്സസ്ഫുൾ ആയിട്ടുള്ളവർ ഇവരെ ജോലിക്കായിട്ടെടുത്തു, അല്ലെങ്കിൽ മറ്റ് കമ്പനികൾ ജോലിക്കായിട്ടെടുത്തു. അതുകൊണ്ട് അവരുടെ ഉപദേശം എന്ന് വെച്ചാൽ റിസ്ക് എടുക്കാൻ തയ്യാറാകുക. റിസ്ക് എന്ന് പറയുന്നത് റിസ്ക് തന്നെയാണ്. അപ്പം സ്റ്റാർട്ടപ്പുകളിൽ ഒരു 10-1, 10-2 കൂടുതലൊന്നും അമേരിക്കയിൽ പോലും വിജയം നേടുന്നില്ല ഒറ്റയടിക്ക്. അവർ ചിലപ്പോൾ 2ാമത്തെ ശ്രമത്തിലായിരിക്കും വിജയിക്കാൻ പോകുന്നത്. 2ാമത് ശ്രമിക്കുക. ഇനി അങ്ങനെ അല്ലെങ്കിൽ തന്നെ നിരാശപ്പെടാതെ അവർക്ക് മറ്റ് ജോലിയിൽ ചെല്ലുമ്പോൾ ജോലിയിൽ അവർ നല്ലവണ്ണം പെർഫോം ചെയ്യുന്നവരാകും. അപ്പോൾ 1-2 വർഷം സംരംഭത്വത്തിലേക്കുള്ള ഒരു എടുത്തുചാട്ടം അല്ലെ അതിനകത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ജീവിതത്തിൽ ഒരു നഷ്ടമല്ല എന്ന് വിശ്വസിക്കുക. ഇനി അഥവാ നമ്മൾ എടുത്ത ആ സ്റ്റാർട്ടപ്പ് സക്സസ് ആയില്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ സക്സസ്ഫുൾ ആകാനുള്ള ഒരു ലെസൺ പഠിച്ചു. പരാജയം എന്ന് പറയുന്നത് വിജയത്തിൻ്റെ തുടക്കമാണ്, അതിൻ്റെ പാഠമാണ് എന്ന് പഠിക്കുക. അതാണ് എനിക്ക് അവരോട് ചെയ്യാനുള്ളത്. മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കണ്ടു വളർന്നു വന്ന ഇപ്പോൾ കഴിഞ്ഞ 4-5 വർഷം കൊണ്ട്, 5 അല്ല 2006 മുതൽ ഇങ്ങോട്ട് വളർന്നവരെ നമുക്കറിയാം. പക്ഷേ നമ്മൾ ഈ സ്റ്റാർട്ടപ്പ് പരിപാടിയും കൊണ്ട് പോയതിന് ശേഷം തുടങ്ങിയിട്ട് ഇന്ന് 130 ജോലിക്കാരുള്ളവരെ അറിയാം. കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ 3 പേര് കൂടി തുടങ്ങിയ സംരംഭം 130 ജോലിക്കാരുള്ള സംരംഭമായിട്ട് മാറിയതറിയാം. അവർ ഗ്ലോബലായിട്ട് ബിൽഡ് ചെയ്യാൻ തുടങ്ങി, ഗ്ലോബൽ കമ്പനികൾക്ക് സർവീസ് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ എത്രയോ പേരെ അറിയാം. അപ്പോൾ അതുകൊണ്ട് സംരംഭം വിജയിക്കാത്തവരുണ്ട്, അവർ മറ്റ് കമ്പനികളിൽ ജോലിക്ക് പോയവരെ അറിയാം. അപ്പോൾ ഇത് ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുറേ പേര്, എല്ലാവരും വേണ്ട, എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നൊക്കെയാണെങ്കിൽ ഒരു 5-10% ആളുകൾ ഇതിനകത്തേക്ക് അറ്റംപ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അത് കേരള സമൂഹത്തിൻ്റെ ഭാവി സാമ്പത്തിക സുരക്ഷിതത്വത്തിന് അത്യാവശ്യമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. പുതിയ ആശയങ്ങൾ ഉണ്ടാവുക, വെല്ലുവിളികൾ ഏറ്റെടുക്കാനുള്ള മനസാന്നിധ്യം ഉണ്ടാവുക, ഇത്രയും മതി. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് സംരംഭകരുടെ സ്വന്തം നാടാക്കി കേരളത്തെ മാറ്റാൻ കഴിയും. ഇറ്റ്സ് ക്വൈറ്റ് എൻകറേജിംഗ് ടോക്കിംഗ് വിത്ത് യു. താങ്ക് യു വെരി മച്ച്.